ചലനമാണ് തിരമാലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഭാഗവും ജലത്താൽ ആവൃതമാണ്. ഈ ജലമാണ് സമുദ്രം. തിരമാലകൾ, വേലിയേറ്റം, വേലിയിറക്കം, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ തിരമാലകളാണ്. ആഹാ, ചേച്ചി വിളിച്ചില്ലാണ്ടാ വന്നത്? അതിന് വാസനെ പോലെ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പാമ്പിനും തേങ്ങൊന്നും അറിയില്ലല്ലോ. ചേച്ചി വലിയ ആളാണെന്ന്. നീ ഒരു മിടുക്കനായ മട്ടുണ്ട്. അച്ഛനെവിടെ? ആരാ വാസുദേവ അവിടെ? ഞാനും അച്ഛാ. ദേവയാനിയോ? എന്താ മോളെ ഈ രാത്രിയില്? ബസ് കേടായി വഴി കിടന്നു. അല്ല, വരുമെന്ന് എഴുതിയിരുന്നില്ലല്ലോ. വരാതിരിക്കാൻ പറ്റാതായി. ട്യൂട്ടോറിയൽ എന്നേക്കുമായി അടച്ചുപൂട്ടി. സന്തോഷമുള്ള കാര്യമല്ലേ എഴുതിയറിയിക്കേണ്ടു. മറ്റെവിടെങ്കിലും ഒരു ജോലി തരാവോന്ന് നോക്കി. ശരിയായില്ല. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോ ചേച്ചിന് തിരിച്ചുമില്ല അല്ലേ? ഇല്ല. എങ്ങനാ ഇനി കഞ്ഞിവെള്ളം കുടിച്ച് കഴിയാ? പൊനഞ്ചോലിയിൽ കുറച്ച് നെല്ല് വിതച്ചിരുന്നു അച്ഛൻ എഴുതിയിരുന്നല്ലോ. നല്ല വിള കിട്ടോ? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് അറിയിക്കാഞ്ഞതാ. ഒരു ദിവസം രാവിലെ എന്ന് നോക്കിയപ്പോ കതിര് വരാനായ ചെടികളെല്ലാം കിളച്ചു പറിച്ചിട്ടിരിക്കണം. ആരാച്ചാ ദ്രോഹം ചെയ്തത്? എനിക്കിപ്പോ അശേഷം ദൈവവിശ്വാസം ഇല്ലാണ്ടായിരിക്കണം മോളെ. നാട്ടുകാരെ മുഴുവൻ ദ്രോഹിച്ചിറക്കുന്ന ആ സർപ്പത്തെ ഒരു ദൈവം ഇതുവരെ ശിക്ഷിച്ചില്ലല്ലോ. അനന്തൻ നായരുടെ പക ഇനിയും തീർന്നില്ലേ? ദിവസം തോറും പ്രഭാവം കൂടിക്കൂടി വരികയല്ലേ. നാട്ടിൽ മുഴുവൻ കുണ്ടായിസക്കാര് വിളയാറില്ല. ആ, ഞാൻ ചോദിക്കാൻ വിട്ടു. എന്റെ കൂടെ പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇവിടെ എസ് ആയി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അച്ഛൻ കണ്ടോ? ഇവിടെ അങ്ങനെ ഒരാളും ഇല്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാവും. അദ്ദേഹം തന്നെ ഇവിടുത്തെ എസ് ആയി. ആവോ, എന്നോടാരും പറഞ്ഞില്ല. മോള് പോയി കുളിച്ചോളൂ. ഇവിടെ വെള്ളത്തിന് മാത്രമേ ക്ഷാമമില്ലാതുള്ളൂ. സാർ, എസ് ഐ അകത്തുണ്ടോ? പരാതി വല്ലതുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി. പരാതി പറയാനല്ല, എസ് ഐ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ എസ് ഐയും കിസയും ഒന്നുമില്ല. ചാർജ് എടുക്കേണ്ട ആളെ നിമോണിയ പിടിപെട്ട് കിടപ്പിലാണെന്ന് അറിവ്. ഓ, ഒരു മോഹൻദാസ് എന്നല്ലേ പേര്? എന്തോ ഒരു ദാസ് എന്നാ. എവിടെ നിന്ന് വരിക? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. എസ് ഐ എങ്ങനെ അറിയാം? അത് വല്ല ഇടപാടും കാണുമായിരിക്കും. നമ്മുടെ ഗ്രാമത്തിൽ മാത്രം ജന്മിത്വത്തിന്റെ തോന്നിയാസങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായും അവസാനിച്ചില്ല? നമ്മൾ ഭീരുക്കളായതുകൊണ്ട്, നമ്മൾ സംഘടിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്, കൊള്ള പലിശ കൊടുത്ത് അനന്തൻ നായരെ പോലുള്ളവരിൽ നിന്നും കടം വാങ്ങാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായി തീരാറുണ്ട്. പലിശ കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ വിളവെടുപ്പ് കൂടി നടത്തുന്നത് ഈ കൊള്ളക്കാരാണെന്ന് വരുന്നത് നാണക്കേടാണ്. ഈ നിശബ്ദതയ്ക്ക് കാരണം നമ്മൾ ഇപ്പോഴും അടിമത്തത്തിന്റെ രക്തമൊഴുകുന്നു എന്നുള്ളതാണ്. ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അനന്തൻ നായരെ പോലുള്ളവരെ ഭയം കാണുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കർഷകരുടെ ഒരു സഹകരണ സംഘം തന്നെ കെട്ടിപ്പടുക്കാമെന്ന ആശയം ഉയർന്നു വന്നത്. നമ്മുടെ സമരം പോലീസിനെതിരെയല്ല, സർക്കാരിനെതിരെയല്ല, നമ്മളിൽ തന്നെയുള്ള അടിമത്ത ബോധത്തിനെതിരെയാണ്. നമ്മുടെ രക്തം കുടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന ചൂഷക വർഗത്തിനെതിരെയാണ്. കുഴപ്പമൊന്നുമില്ല. സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു കൊള്ളാവുന്ന ആശയമാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരും ചെറുകിടക്കാരുമായ കർഷകർക്ക് സംഘം എങ്ങനെ ഉപയോഗപ്പെടും എന്നെനിക്കറിയില്ല. സംഘത്തിന് കണക്കുകൾ സൂക്ഷിക്കാൻ ഒരു ഓഫീസ് വേണം. ഓഫീസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു കെട്ടിടം അല്ലേ? ഇതിനൊക്കെയുള്ള പണം ആരുണ്ടാക്കും? പറയൂ കുഞ്ഞിരാമൻ നായരെ, എവിടുന്നുണ്ടാക്കും? നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്കുണ്ടാക്കിയ പണമല്ലേ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ? പിന്നല്ല ദൈവം കൊണ്ട് തരുമോ? അവര് പറയുന്നത് എന്തു പറയുന്നു? ആദ്യമൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായാലും പിന്നെ ലക്ഷങ്ങൾ വരുമെന്നാണോ കുഞ്ഞിരാമൻ നായർക്ക് അറിയാവോ? ഈ സഹകരണ സംഘത്തിലുള്ള അഴിമതി പോലെ മറ്റൊരു രംഗത്തുമില്ല. വെയിലും മഴയും കൊള്ളാതെ ഇസ്ത്രി ഇട്ട ഷർട്ട് ഇട്ട ഓഫീസിൽ കുത്തിരും സൂഹിക്കാൻ വേണ്ടിട്ടാ അവന്മാർ ഈ സംഘം കിങ്ങുന്നൊക്കെ പറയുന്നത്. വേറൊരു കാര്യം പറയട്ടെ. എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഈ സംഘത്തിൽ നിന്ന് കുറച്ച് രൂപ കടം വാങ്ങുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വയലോ മലയോ ഈട് കൊടുക്കണം. പലിശ എത്രയാന്നാ? സാക്ഷികൾ എത്രയാന്നാ? ഇനി ഈ കടം തിരിച്ചടയ്ക്കാൻ അല്പം വൈകിയാലോ സ്ഥലം പോയത് തന്നെ. അപ്പ വരും പോലീസും പട്ടാളവും ജപ്തി ചെയ്യാൻ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മോഹൻദാസ്, കൂർക്കഞ്ചേരിൽ വീട്, കൂമൻമുക്ക്, വയ തോട്ടത്തിൽ. കത്താർക്കാ? എനിക്കാണോ? നിന്റെ അമ്മയുടെ നായർക്ക്. നിനക്കാര് കത്തയക്കാനടി?
നിന്റെ അച്ഛൻ ചത്തിട്ട് നാള് പറയായില്ലേ? എന്റെ അച്ഛൻ നേരത്തെ ചത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിലേ അങ്ങേര് നേരത്തെ നിങ്ങളെ തല്ലി കൊന്നേനെ. ഒരു വെട്ടിയമ്മച്ചെന്നാണല്ലോ. ഓ, നിങ്ങൾക്ക് എന്തും പറയാം, എനിക്ക് മിണ്ടിക്കൂടാ. പോലീസ് പണി വിട്ടാലെങ്കിൽ നേരെയാവുന്നു വിചാരിച്ചു. എവിടെ? ദേവയാനി, കളർകോട് മന, മുതലക്കുണ്ട്. മുതലക്കുണ്ടിന്ന് ഒരു പെണ്ണും കൂടി കത്തയക്കും. ആര് കത്തയച്ചെന്നാ? ഡിയർ മോഹൻദാസ്, എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും നിമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും പറഞ്ഞു. പുറമേ കാണാൻ എന്ത് മനോഹരമായ സ്ഥലം. എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട്. എന്താ? നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം. അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തി ചാമ്പലാകുന്നതാണ് നല്ലത്. അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷെ. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. മാഷെ, മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തന്റെ ഇടമില്ലാത്തൊരുത്തിന്റെ മനസ്സ് ആർക്ക് വേണടോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട് മാത്രമല്ല, പഠിച്ചിട്ടില്ലേ, പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ്. വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത്. ആ വാഴയിലക്കെട്ട് എവിടെക്കാന്നറിയോ? വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ, എന്നിട്ട് വേണം അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായോ? എന്താ ഇങ്ങനെ സംഭവിക്കാൻ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. ആനന്ദൻ നായരുടെ മറ്റൊരിര. കുടിപ്പക എന്ന് പറയില്ലേ, അത് തന്നെ. മോഷണത്തിലൂടെ ആയിരുന്നു ആനന്ദൻ നായരുടെ തുടക്കം. ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു. അഞ്ജനം വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത്. കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പൂതിരി അനന്തൻ നായർ കിട്ടുമെന്ന് അങ്ങ് കൊടുത്തു. അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ. കണ്ടോ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? കണ്ടോ? ഒക്കെ കോളംകോരി. അല്ല, മാഷപ്പാന്നു. ടീച്ചർ എന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാ ബസ്സിൽ വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് പറഞ്ഞ് ഞാനൊരു കത്തയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ആ ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം?